2021 ജൂൺ മാസത്തില് ബോംബെ ഹൈക്കോടതി ഇന്ത്യൻ ജുഡീഷ്യറി അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കാരണത്തിന്റെ പേരിൽ 23 വയസ്സുള്ള റേപ്പ് അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ബെയിൽ കൊടുത്തു. അന്ന് ബോംബെ ഹൈക്കോടതി പറഞ്ഞത് അദ്ദേഹത്തിന് പീറ്റർ പാൻ സിൻഡ്രോം ഉള്ളത് കൊണ്ടാണ് ബെയിൽ കൊടുത്തതെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പീറ്റർ പാൻ സിൻഡ്രോം? പീറ്റർ പാൻ സിൻഡ്രോത്തിന്റെ ഒരു ഹിസ്റ്ററി, ആ ഒരു നെയിമിന്റെ ഹിസ്റ്ററി പറയുമ്പോൾ 1911 JM ബെറിയുടെ ഒരു പ്ലേ ഉണ്ട്. അതിൽ പീറ്റർ ആൻഡ് വെൻഡി എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ പീറ്റർ ആക്ച്വലി വളരെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ആ ഒരു പീറ്റർ പാൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളതും JM ബെറി തന്നെയാണ്. പക്ഷേ പിന്നീട് 1980-കളിലാണെന്ന് മാത്രം. അപ്പോൾ എന്താണ് പീറ്റർ പാൻ സിൻഡ്രോം എന്ന് നോക്കാം. ആക്ച്വലി WHO അംഗീകരിച്ചിട്ടില്ലാത്ത, റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലാത്ത ഒരു അസുഖം അല്ലെങ്കിൽ അവസ്ഥയായതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഡെഫിനിഷൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് സിംപ്ലി പറയുകയാണെങ്കിൽ സോഷ്യലി ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ആളുകളാണ് പീറ്റർ പാൻ സിൻഡ്രോം ഉള്ള വ്യക്തികൾ എന്നുള്ളതാണ്. അവര് പൊതുവെ വളരുന്നതിനോട് വിരസത കാണിക്കുന്നവരാണ്. അതായത് അഡൾട്ടായി മാറുമ്പോൾ നമുക്കുണ്ടാവുന്ന ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിന്ന് ആ റെസ്പോൺസിബിലിറ്റീസോടൊക്കെ വിരസത കാണിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളോട് അല്ലെങ്കിൽ തീരെ വളരേണ്ട എന്ന് അല്ലെങ്കിൽ തീരെ വളരാൻ ആഗ്രഹിക്കാതെ ആ ഒരു ചൈൽഡ്ഹുഡ് ട്രേറ്റുകൾ മാത്രം കാണിച്ച് നടക്കുന്ന ആളുകളാണ് പീറ്റർ പാൻ സിൻഡ്രോം ഉള്ള ആളുകൾ എന്നുള്ളത്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ പീറ്റർ പാൻ സിൻഡ്രോം ഉള്ള ആളുകൾ വളരെ ഇറസ്പോൺസിബിൾ ആയിരിക്കും. ആൻഡ് അവരുടെ ബിഹേവിയർ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ട്രേറ്റുകൾ ഉണ്ടായിരിക്കും. അവർക്ക് എംപതി ഫീൽ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നതൊക്കെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പീറ്റർ പാൻ സിൻഡ്രോത്തിന്റെ സിംറ്റംസ് എന്നുള്ളത്. സോ എനിവേ, പീറ്റർ പാൻ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് സംവദിച്ചെന്ന് മാത്രം. താങ്ക് യു.